നിങ്ങളുടെ അയൽവക്കത്തോടെയൊക്കെയുള്ള പ്രായമായ ആൾക്കാർ വഴിയിലൊക്കെ പോയി ATMൻ്റെ അടുത്ത് പോയി ലൈൻ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഇനി അങ്ങനെ വേണ്ട. നമുക്ക് വീട്ടിൽ ATM വരും. ആ ഒരു സൗകര്യം നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി ഒരുക്കിയിട്ടുണ്ട്. പ്രായമായ ആൾക്കാർ എന്നല്ല, ഏതാൾക്കാർക്കും നമുക്ക് വീട്ടിൽ ATM വരുന്നു. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അപ്പച്ചനും അമ്മയുണ്ട്. അപ്പോൾ അവർക്കൊരു 5000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സഹായമില്ലാതെയും നമുക്ക് വീട്ടിൽ വന്ന് പണം വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ പല ബില്ലുകളും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഞാൻ ജോമി, തൊടുപുഴ വഴുത്തലക്കാരനാണ്. എക്സ് ആർമി മല്ലു വ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ അയൽവക്കത്തുള്ള പ്രായമായ അപ്പച്ചനും അമ്മയാണ് കേട്ടോ. അവർക്ക് ഒരു 5000 രൂപ അല്ലെ പെൻഷൻ വരുന്ന പൈസ അവർക്കൊരു ആവശ്യം വന്നപ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെ എങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഇവിടെ വീട്ടിൽ വന്ന് ATMയിലൂടെ പൈസ കൊടുക്കുന്നു. നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് വഴുത്തലയിലുള്ള പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനും ബ്രാഞ്ച് ഓഫീസ് സബായിട്ട് കുണിഞ്ഞി, അതുപോലെ പുറപ്പുഴ അല്ലേ, വഴുത്തല, അങ്ങനെ 3 പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റോമാരാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എങ്ങനെ ഈ ആൾക്കാർക്ക്, അതായത് പൈസ എങ്ങനെ കൊടുക്കുമെന്നുള്ളത് ആൾക്കാർക്ക് അറിയാൻ മേല. മാഡം, ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതെന്ന് വെച്ചാൽ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രായമായവർക്കും ഉള്ള പെൻഷനും മറ്റെല്ലാ കാര്യങ്ങളും പോസ്റ്റ്മാൻമാർ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതെ. ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റം അല്ല, ഇതെല്ലാം ബാങ്കിലേക്കാക്കി. അപ്പോൾ ഒരുപാട് പ്രായമായവർക്ക് ബാങ്കിൽ പോയിട്ട് എഴുതി കൊടുക്കണം, ATMയിൽ കയറി എടുക്കണം, അതൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് കാശ് നമ്മൾ വീട്ടിൽ കൊണ്ടെത്തിക്കും. പോസ്റ്റ്മാൻ, അതാത് ഏരിയയിലുള്ള പോസ്റ്റ്മാന് അത് അവരൊന്ന് നേരത്തെ അറിയിക്കുകയാണെങ്കിൽ അവര് അത് വീട്ടിൽ കൊണ്ട് നമ്മുടെ ബ്രാഞ്ചുകളിൽ വിളിച്ച് പറയണോ അതിന് വേണ്ടിയിട്ട്? പോസ്റ്റ്മാനെ ഒന്ന് നമ്മൾ ഇൻഫോം ചെയ്യണം. നമുക്കറിയില്ലല്ലോ കാശ് അവർക്ക് ആവശ്യമുണ്ടോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതാത് ഏരിയയിലുള്ള പോസ്റ്റ്മാൻമാര് അവർക്കത് വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. അവർക്ക് കാശ്, അതായത് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നിങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. വീട്ടിലെത്തിച്ചു കൊടുക്കും. അതിനുള്ള ഒരു സംവിധാനമാണ് AEPS, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ് കേട്ടോ ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളൊരു പ്രൈവറ്റ് വ്യക്തികളെയോ ഒന്നും അല്ല നമ്മൾ ആശ്രയിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ സെക്യൂരിറ്റി റീസൺ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ ആധാർ നമ്പറും തമ്പും വെച്ചിട്ടാണ് ചെയ്യുന്നത്. തമ്പ് ഇംപ്രഷനും വേണം. നമ്മുടെ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിട്ടാണ്. അതായത് ആള് പ്രസന്റ് ആവണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിഡ്രോ ചെയ്ത് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നമുക്കത് സെക്യൂർ ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലേ? ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അപ്പച്ചനും അമ്മയ്ക്കും പൈസ കൊടുത്തു പോയായിരുന്നു. അപ്പം ഞാൻ എന്തായാലും എൻ്റെ അമ്മേനെ വിളിക്കാം. അമ്മ വഴി എങ്ങനെയാണ് ഈ തമ്പും അതുപോലെ ATM കാർഡും ഒക്കെ വെച്ച് എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എത്രത്തോളം സെക്യൂർ ആണെന്ന്. ബാമ, നമുക്കൊരാൾക്ക് പൈസ എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്? ആദ്യമായിട്ട് എടുക്കുന്ന ആളുടെ ആധാർ, പിന്നെ ഒരു മൊബൈൽ നമ്പർ, ആധാർ, മൊബൈൽ നമ്പർ, പിന്നെ വിരലടയാളം. അപ്പം ഈ ആധാർ കാർഡ് ലിങ്ക് ചെയ്യണ്ടേ? ഏത് ബാങ്ക് ആയിട്ടാണോ അവരുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളതായിരിക്കണം. ലിങ്ക് ആയിരിക്കണം. ബാങ്ക് അല്ലേ? മാത്രമാണ് ആധാർ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ അങ്ങനെയാണ് ചെയ്തോ. അമ്മയുടെ പേര് പറയാമോ? ജോസഫ്. മൊബൈൽ നമ്പറോ? 9605. ഒരു OTP നമ്പർ ഇപ്പം ആ മൊബൈലിലേക്ക് വരും. മൊബൈലിലേക്ക് OTP വരും അല്ലേ? 47 39. അതിനുശേഷമാണ് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ചില അമ്മമാർക്ക് എത്ര രൂപ അക്കൗണ്ടിൽ ഉണ്ടാവും അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബാലൻസ് എൻക്വയറി ചെയ്യാം. അപ്പൊ അവർക്ക് അറിയില്ലെങ്കിൽ ബാലൻസ് നോക്കി എത്ര എമൗണ്ട് കിടക്കേണ്ടത് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ചിലർക്ക് അറിയായിരിക്കും എത്ര രൂപ വരാനുണ്ടെന്നുള്ളത്. അറിയാം. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ എടുക്കേണ്ട കാശ് എത്രയാന്ന് വെച്ചാൽ നമുക്കൊരു ഉദാഹരണത്തിനാണ് 500 രൂപ എടുത്തു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് വിഡ്രോ ചെയ്യാം. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം എത്ര എമൗണ്ട് എടുക്കണമെന്ന് വെച്ചാൽ എമൗണ്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഏത് ബാങ്കിൽ നിന്ന് എടുക്കുന്നേ? ഫെഡറൽ ബാങ്ക്. എല്ലാ ബാങ്കുകൾക്കും ഉണ്ടോ ഇതുപോലെ? നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾക്ക് മാത്രമേ ഉള്ളൂ. ഫെഡറൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകൾക്കേ ഉള്ളൂ. അത് പ്രത്യേകമാണ്. അതുപോലെ ലിമിറ്റ് എങ്ങനെയാണ്?
ഓരോ ബാങ്കിനും ഓരോ ലിമിറ്റാണ്. അപ്പം SBI ആണെങ്കിൽ 10,000 രൂപയാണ് ഒരു ദിവസത്തെ ലിമിറ്റ്. ഓക്കെ, 10,000 രൂപയും മുകളിലില്ല അല്ലേ? മുകളിലില്ല. ഒരു മാസം ഒരു വ്യക്തിക്ക് 3 പ്രാവശ്യം എടുക്കാം. അതിനുശേഷം പിന്നെ എടുക്കണമെങ്കിൽ ചാർജബിൾ ആയിരിക്കും. അതും പ്രത്യേകം ആൾക്കാർ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ചേച്ചി ഒന്ന് സാനിറ്റൈസ് ചെയ്യണം. സാനിറ്റൈസർ വിരൽ ഇവിടെ വെച്ചു കേട്ടോ. ഇവിടെ വെച്ചു. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. 500 രൂപ വിഡ്രോ ആയിരിക്കുന്നു. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലേ? അതെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതേ ഫോണിലേക്ക് മെസ്സേജും വന്നു കേട്ടോ. 500 രൂപ വിഡ്രോ ചെയ്തു എന്നും പറഞ്ഞ് അവൈലബിൾ ബാലൻസ് എത്രയുണ്ടെന്നും കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 500 രൂപ മാഡം കൊടുത്തു. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ടുള്ള കേസേ ഉള്ളൂ. അച്ചാച്ചാ, ഇപ്പം വീട്ടിൽ വന്ന് അച്ചാച്ചന് ഇത്ര 80 വയസ്സോളം പ്രായമായി, വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു സൗകര്യം എത്രത്തോളം അത് അച്ചാച്ചനത് ഉൾക്കൊള്ളാൻ കഴിയുന്നു? അതായത് പുറത്ത് പോകാതെ. ഏറ്റവും സൗകര്യപ്രദമാണല്ലോ അതെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് എന്താ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല. എന്താണ് അത് പറഞ്ഞ് മനസ്സിലാക്കി എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെയാണെന്ന് ഒരു ശരിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ. അതെ. അപ്പം പ്രായമായ ആൾക്കാർക്ക് മക്കൾ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ജസ്റ്റ് ഇതൊക്കെ എന്താണെന്നുള്ളത്. അപ്പം അവർ ഇപ്പം ഇങ്ങനെ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരെടുത്തു, പണം എടുത്തു. ഇപ്പോൾ അവർക്ക് ഓക്കെയാണ്. ഇനി ഭാവിയിലേക്ക് അവർ അതുപോലെ തന്നെ സ്വന്തം തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ഏതാണോ അവിടെ അവർ കോൾ ചെയ്താൽ മതി. ആ പോസ്റ്റ്മാൻ അവിടെ തന്നെയുള്ള പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിലേക്കും എത്തും. അവർ തന്നെയാണ് നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതും ഇൻ്റർഫിയർ ചെയ്യുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്രായമായ ആൾക്കാർ ഒരിക്കലും സേഫ്റ്റി അല്ല എന്ന് വിചാരിക്കേണ്ട. അതെ, ഇത് നമ്മുടെ ID കാർഡ് ഇതാണല്ലേ? പുറപ്പുഴ ബ്രാഞ്ച് ഓഫീസിലെ സ്റ്റാഫാണ്. ഓക്കെ. അപ്പോൾ ഈ ഐഡൻറ്റി കാർഡൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ നിലവിലുള്ള സർവീസ് എന്ന് വെച്ചാൽ നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഡിഷ്, LPG, അതായത് മൊബൈൽ റീചാർജ്, ബാക്കി എന്തെങ്കിലും ലോൺ അടയ്ക്കാനുള്ള അതെല്ലാം നമുക്ക് ഇതുവഴി ഓൺലൈനായിട്ട് തന്നെ നമുക്ക് വീടുകളിൽ എത്തിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. അതുവഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും മാസ്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടൊന്ന് പറയാമോ? ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. അതായത് SBIയുടെ യോനോ ഒക്കെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു നെറ്റ് ബാങ്കിങ് ആണ് IPPB, അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. അതുവഴി നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, ക്യാഷ് ഡെപ്പോസിറ്റ്, അതായത് സാധാരണ ഒരു ഡിജിറ്റൽ ബാങ്ക് പോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് റൂറൽ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ബാങ്കിൻ്റെ സൗകര്യം കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഓൾ ഇന്ത്യ തലത്തിൽ സർവീസ് കൂടുതലുള്ള പോസ്റ്റ് ഓഫീസാണ്, റിമോട്ട് ഏരിയയിലാണല്ലോ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ബാങ്കിനെ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റ്മാൻമാർ വഴി നമ്മുടെ വീട്ടിലെത്തിച്ചു തരുവാണ് കാര്യങ്ങളെല്ലാം അല്ലേ? അതെ. നിങ്ങളുടെ അയൽവക്കത്തോടെയുള്ള പ്രായമായ ആൾക്കാർക്കും അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളുണ്ടാവും നാട്ടിൽ. ഇപ്പം വിദേശത്ത് കിടക്കുവാണ് മക്കൾ, അപ്പം നാട്ടിലെ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക അല്ലേ? നിങ്ങൾ ഒത്തിരി ഇതുപോലെ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ പ്രായമായിട്ടുള്ളവർക്കൊന്നും പെൻഷനൊക്കെ വീടുകൾ അവർക്ക് ബാങ്കിൽ പോകാനുള്ള ഒന്നാമത് അവർക്ക് ATM ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ബാങ്കിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, യാത്രാ ബുദ്ധിമുട്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ പോസ്റ്റ്മാൻ എന്തായാലും എല്ലാ ദിവസവും വീട് വഴിക്കിൽ പോകുന്നുണ്ട്. എന്തായാലും അവർക്ക് ഇതും കൂടെ ചെയ്യുമ്പോൾ അവർക്കൊരു സഹായമാണ്. വേറെ ഈ ചാർജ് ആയിട്ടൊന്നും വാങ്ങിക്കുന്നില്ല. വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. പിന്നെ കൂടുതൽ നിങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചുകളുമായിട്ട് ഒന്ന് ജസ്റ്റ് സംസാരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്ന കേസേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് 12 രൂപ കൊടുത്താൽ, അതായത് ഇയർലി നമ്മൾ 12 രൂപ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ ആക്സിഡൻ്റൽ ക്ലെയിം ഉള്ള പോളിസിയാണ് കിട്ടണത്. കാരണം നോർമൽ ഡെത്തിനും കിട്ടും. സാധാരണ പോളിസി എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ഡെത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്ക് നോർമൽ ഡെത്ത് ആണെങ്കിലും കിട്ടും, ആക്സിഡന്റ് ഡെത്ത് ആണെങ്കിലും കിട്ടുന്ന പോളിസിയാണ്. 2 ലക്ഷം രൂപ വരെ അല്ലേ? 2 ലക്ഷം രൂപ നോമിനി കിട്ടും. 12 രൂപയ്ക്ക് അല്ലേ? എങ്ങനെയാണ് ഇതിന് പ്രായപരിധി ഉണ്ടോ? നമുക്ക് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് കൂടാൻ പറ്റും. പിന്നെ 50 വയസ്സ് കഴിഞ്ഞവർക്ക് വേണേൽ നമുക്ക് 5 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ നമുക്ക് പാർഷ്യലി, അതായത് നമുക്ക് എന്തെങ്കിലും
നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് 1 lakh വരെ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ ഓക്കെ. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ആ ഒരു പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ള ആ പോസ്റ്റ് ഓഫീസിൽ വിളിച്ച് നിങ്ങളൊന്ന് ക്വയറി ചെയ്യുക, കാര്യങ്ങളെല്ലാം ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ. അപ്പം ഇതറിയാത്ത ആൾക്കാർക്ക് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.